ഹായ് ഓൾ. ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇന്നിവിടെ പണിക്കാരൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 11 മണിയായപ്പോഴത്തേന് ഇമ്മ പണിക്കാർക്ക് കൊടുക്കാനുള്ള കഞ്ഞിയൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. കഞ്ഞിക്ക് കൂട്ടാൻ അച്ചാറും ഓംലേറ്റും ആയിരുന്നു. ഇമ്മക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അനിയത്തി ഓട്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു തിരക്കായിരുന്നു കിച്ചണിൽ. ഇതിൻ്റെ ഇടയ്ക്ക് ചെടികൾക്ക് കൊടുക്കാനുള്ള വേസ്റ്റ് ഒക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ ടൊമാറ്റോ ചിക്കൻ ആയിരുന്നു. ആദ്യം തന്നെ വലിയുള്ളി, കറിവേപ്പില, മുളക്, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, ഉലുവ ഇതിൻ്റെയൊക്കെ പേസ്റ്റ് ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴന്ന് വരുമ്പോൾ തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് നല്ല പേസ്റ്റ് രൂപത്തിലാവുമ്പോഴാണ് കറികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ശേഷം അതിൽക്ക് പൊടികളായ ഉപ്പ്, മഞ്ഞൾ, മുളക് ഇതൊക്കെ ഇട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറുന്ന വരെ വഴറ്റിയെടുക്കണം. ഇതൊക്കെ സെറ്റായ ചിക്കൻ ഇടാനായി. ഇനി ചിക്കനും കൂടി ഇട്ട് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിൽക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്മ. ഇനി അത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങും. ഇനി ഇത് വരട്ടിയെടുക്കുകയാണ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം വേണ്ട. വരട്ടിയെടുത്ത് ഈ ഒരു പരുവമായ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എനർജി ഒക്കെ കിട്ടാൻ വേണ്ടി ഇമ്മ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഡിസംബർ മാസമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നല്ല ചൂടാണ് ഉച്ചക്കൊക്കെ. പിന്നെ ഇമ്മ ഉണ്ടാക്കിയിരുന്ന മുരിങ്ങയില താളിപ്പാണ്. ചിക്കൻ വരട്ടിയെടുത്തോണ്ട് തന്നെ കറിക്ക് വേണ്ടി മുരിങ്ങയില താളിപ്പായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. നല്ലൊരു അടിപൊളി കോംബോ ആണ് ചിക്കൻ്റെ കൂടെ മുരിങ്ങയില താളിപ്പ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.